ഹലോ, നമുക്കിന്നൊരു വാഴക്കൂമ്പ് തോരനായാലോ? ദാ ഈ സാധനത്തിൽ നിന്ന് തേൻ കുടിച്ചിട്ടുള്ളവരുണ്ടോ? വാഴക്കൂമ്പ് മാത്രമായിട്ടല്ല നമ്മൾ തോരൻ വെക്കുന്നത്, കുറച്ച് വൻപയറും കൂടി നമ്മൾ അതിലിടുന്നുണ്ടേ. അപ്പോൾ വൻപയർ നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു ലൈറ്റ് കളറിൽ ദാ ഈ കളർ കിട്ടും. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണേ. എന്നിട്ടിതിനെ ദാ ഈ രീതിയിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണേ. നല്ല ചെറിയ പീസസ് ആയിട്ട് വേണം കേട്ടോ നമ്മളിത് അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു നൂല് പോലെ വലിയുന്നുണ്ടാവും. കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തടവിയിട്ട് നമുക്ക് ദാ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ട് ആ നൂല് പോലുള്ള സാധനത്തിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ അരിഞ്ഞതിൽ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ നൂല് പോലുള്ള സാധനം കളഞ്ഞിട്ട് എടുക്കുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കൂമ്പിൽ ബാക്കി. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. നമ്മുടെ തേങ്ങയിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവേ. ശേഷം നമുക്ക് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും ചേർത്തിട്ട് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ വൻപയർ, അതും കൂടിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരുപാട് നേരം ഒന്നും വേവിക്കേണ്ട, കാരണം നമ്മുടെ വൻപയർ ഓൾറെഡി നേരത്തെ വെന്തതാണല്ലോ. കൂമ്പിന് വേകാനും അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ കൂമ്പും വൻപയറും കൂടിയുള്ള തോരൻ റെഡിയായി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാമേ. ബൈ.